കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എടുത്തത് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണ്. 4 ടൈപ്സ് ഓഫ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇന്ന് ഇത് കണ്ടിന്യൂ ചെയ്തു പോവാം. ടേർട്ടിൽ ഓൺ ആൻ എലിവേറ്റർ അത് മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പം ടേർട്ടിൽ ഓൺ ആൻ എലിവേറ്റർ എന്ന് വെച്ചാൽ ഒരു ലിഫ്റ്റിൽ ഒരു ആമ ഒരു ലിഫ്റ്റിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ആ ആമ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് അല്ലെങ്കിൽ ആക്സിലറേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം സപ്പോസ് ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാന്ന് വിചാരിക്കുക. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കേസ് എന്ത് സംഭവിക്കും? എർത്തിൽ ഈ ആമയുടെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. വെയിറ്റ് ഇസ് mg. പക്ഷേ ഈ ഒരു ആക്സിലറേറ്റഡ് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഈ ആമയുടെ വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്, ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഈ ഒരു കേസിൽ ഈ ബോഡിയുടെ മുകളിൽ ഈ ഒരു ആമയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് mg ആക്ട് ചെയ്യും, വെയിറ്റ് ആക്ട് ചെയ്യും. രണ്ടാമത്തത് നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ, അതായത് ആമയുടെ മുകളിലേക്ക് എലിവേറ്ററിന്റെ ഫ്ലോർ എക്സേർട്ട് ചെയ്യുന്ന ഒരു നോർമൽ ഫോഴ്സ്. രണ്ട് തരം ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? W is -mg. കാരണം എന്താ? ഈ സാധനം മുകളിലേക്ക് പോവുകയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. നോർമൽ ഫോഴ്സ് n ആയിട്ട് എടുക്കാം. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ടേർട്ടിൽ എന്തായിരിക്കും? F is equal to n minus W ആയിരിക്കും. സെക്കൻഡ് ലോ പ്രകാരം F is ma എന്ന് പറയുന്നത് n minus mg ആയിരിക്കും. ഓക്കെ, n minus mg ആണ്. അപ്പം n is equal to ma plus mg. അപ്പം ടോട്ടൽ m ഇൻറ്റു ടോട്ടൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് m ഇൻറ്റു a പ്ലസ് g ആയിരിക്കും. അതായത് weight of the turtle is measured with respect to elevator which is a non-inertial frame. Elevator ഒരു non-inertial frame ആണ്. സോ ആ non-inertial ഫ്രെയിമിനെ റെസ്പെക്ട് ചെയ്തിട്ട് ടേർട്ടിലിന്റെ വെയിറ്റ് അതാണ് ഇത്. n is equal to m into a plus g. സോ ഇപ്പോൾ എലിവേറ്റർ താഴെ കാണുന്നു വിചാരിക്കും. അതായത് ഫ്രീ ഫോളിന്റെ കേസിൽ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് -g ആയിരിക്കും. എ എന്ന് പറയുമ്പോൾ -gയിലെ കേസിൽ ആ എലിവേറ്ററിന്റെ ഉള്ളിലുള്ള ടേർട്ടിലിന്റെ വെയിറ്റ് എന്തായിരിക്കും? n is equal to m into -g plus g. 0 ആയിരിക്കും. വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അപ്പം ലിഫ്റ്റ് താഴേക്ക് ഫ്രീ ഫോളിംഗ് ആണെങ്കിൽ ആ ടേർട്ടിൽ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ പറയാനുള്ളത്, വെയിറ്റ്ലെസ്നെസ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഒരു രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് Q1 Q2 ഉണ്ട്. ഇതൊരു Q1 ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, ഇതൊരു Q2 ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു R12 എന്ന് വിചാരിക്കുക. അപ്പം ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? F12 F21. അതായത് രണ്ടാമത്തെ പാർട്ടിക്കിളിൽ ഫസ്റ്റ് പാർട്ടിക്കിൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F21 വിൽ ബി 1/4πε0 Q1 Q2 by R12 സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ ചാർജിന് പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം F21 എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R12 സ്ക്വയർ. ഈ 1/4πε0യുടെ വാല്യൂ 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും സ്ക്വയർ ആയിരിക്കും. ആൻഡ് ε0 ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് ε0 is equal to 8.854 into 10⁻⁻12 ന്യൂട്ടൺ per meter square per കൂളും സ്ക്വയർ. ഈ വാല്യൂ അതായത് 8.854 10⁻⁻12 പ്ലസ് അതിന്റെ യൂണിറ്റ് ഓർത്ത് വെക്കണം, ε0യുടെ യൂണിറ്റ്. സോ നെക്സ്റ്റ് പറയാനുള്ളത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്?
കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് വെൻ which are in contact with each other due to atomic or molecular interaction between them. രണ്ട് ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഫ്രിക്ഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്, വിസ്കോസിറ്റി വേറൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പം ഇതൊക്കെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് ടെൻഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ടെൻഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ടാണ് ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ, വിസ്കോസിറ്റി, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതൊക്കെ കോണ്ടാക്ട് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളത് ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്? ഗിവ് എൻ എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ പ്ലസ് വിസ്കോസിറ്റി ആൻഡ് വാട്ട് എൽസ്, ടെൻഷൻ, ഇതൊക്കെ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതേപോലെ തന്നെ നോർമൽ ഫോഴ്സ് എന്താണ്? നോർമൽ ഫോഴ്സ് എന്ന് വെച്ചാൽ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ദ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റിനെയാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ ഫോഴ്സ് ബാലൻസസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഒരു എം ജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നോർമൽ ഫോഴ്സ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. ആ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഈ നോർമൽ ഫോഴ്സ്. ആൻഡ് കമ്മിങ് ഓവർ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇപ്പോൾ കോണ്ടാക്ട് ഈ ഒരു ഒബ്ജക്റ്റ് മേശയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടാൻജൻഷ്യൽ കമ്പോണന്റിനെയാണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. നോർമൽ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ കമ്പോണന്റിന് നോർമൽ എന്നും ടാൻജൻഷ്യൽ കമ്പോണന്റിന് ഫ്രിക്ഷൻ എന്നും വിളിക്കും. So friction always proportional to normal force ആണ്. F is proportional to N and F is equal to mu N. ഈ mu എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അത് ഓരോ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഫ്രിക്ഷണൽ ഫോഴ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക്കും ഉണ്ട്, കൈനറ്റിക്കും ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡെവലപ്ഡ് ജസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്ലൈഡിങ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കേസിൽ 0 ഇസ് ലെസ് ദാൻ Fs ലെസ് ദാൻ mu n. Fs എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, mu n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതിന് കൈനറ്റിക് ഫ്രിക്ഷൻ Fk എന്ന് പറയുന്നത് ഡെവലപ്ഡ് അലോങ് ദ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ. സോ Fk ഇസ് mu n. ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി വിസ്കോസിറ്റി പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ഫോഴ്സ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന സമയത്ത് അതിന് ഉണ്ടാവുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ്, അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം വെള്ളം ഒഴുകുന്ന സമയത്ത് വെള്ളമാണോ കൂടുതൽ ഒഴുകുക, തേനാണോ കൂടുതൽ ഒഴുകുക എന്ന് വെച്ചാൽ വെള്ളമായിരിക്കും കൂടുതൽ ഒഴുകുക. തേനിന് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പം ആ ഫോഴ്സ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ കൂടുതലാണ്. അപ്പം എഫ് ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. അപ്പം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ. പക്ഷെ അത് നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു അപ്പം എഫ് ഇസ് ഈക്വൽ ടു സി വി, മൈനസ് സൈൻ ഉണ്ട്, വിത്ത് എ മൈനസ് സൈൻ. സോ ഈ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 6 പൈ ഈറ്റ ആർ ആണ്. അപ്പം ഈ 6 പൈ ഈറ്റ ആർ ആണ് ഈറ്റ എന്ന് പറയുന്നത്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 6 പൈ ഈറ്റ ആർ വി. ഇതാണ് ഇക്വേഷൻ, ഫോഴ്സിന്റെ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഈറ്റ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആണ്, ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, സോ ഇതാണ് വിസ്കസ് ഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. സോ ഈ ഒരു റിലേഷന്റെ പേരാണ് സ്റ്റോക്സ് റിലേഷൻ. സ്റ്റോക്സ് റിലേഷൻ ഇതൊന്നും കൂടുതലായി ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല ഇതിനെ പറ്റി. സോ ഡയമെൻഷൻ ഓഫ് ഈറ്റ,
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻ ഓഫ് ഈറ്റ. ഡയമെൻഷൻ ഓഫ് ഈറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എഫ് ബൈ ഡയമെൻഷൻ ഓഫ് ഈറ്റ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് എഫ് ബൈ ഡയമെൻഷൻ ഓഫ് ആർ ഇൻറ്റു വി ആയിരിക്കും അല്ലേ? എഫ് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എഫ് ബൈ ആർ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് എഫ് എന്താണ്? എം എൽ സ്ക്വയർ എം എൽ ടി റേസ് ടു മൈനസ് 2, അതായത് എം എൽ ടി റേസ് ടു മൈനസ് 2 ബൈ ആറിൻ്റെത് എൽ ഇൻറ്റു വിൻ്റെത് എൽ ടി റേസ് ടു മൈനസ് 1. അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും? എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1. ഓക്കെ, ഇതായിരിക്കും ടോട്ടൽ ഈറ്റയുടെ ഡയമെൻഷൻ. ഈറ്റയുടെ ഡയമെൻഷൻ ഒന്ന് ഓർത്ത് വെക്കണം. എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1. ഓക്കെ, മൂവിങ് ഓൺ ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ഓൺ എ വെഡ്ജ് നമ്മൾ കണ്ടെത്തി വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പം ആ കേസിൽ ഡെറിവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ കേസിൽ വിത്ത് ഫ്രിക്ഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ എന്തായിരിക്കും, ഈ ബോഡി എങ്ങനെയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫോളോ ചെയ്യുന്നത് ഒന്ന് നോക്കാം. അപ്പം എം ജി എങ്ങനെ ആക്ട് ചെയ്യുക? എം ജി നേരെ താഴേക്കാണ് ആക്ട് ചെയ്യുക. ഇതായിരിക്കും എം ജി. അപ്പം എം ജിക്ക് 2 കമ്പോണൻ്റ് ഉണ്ടാവും. ഇത് തീറ്റയായിരിക്കും. എം ജിനെ 2 കമ്പോണൻ്റായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് തീറ്റയാണ്. അപ്പം ഇങ്ങോട്ടേക്ക് നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഇതായിരിക്കും ഫോഴ്സ്, ഇങ്ങോട്ടേക്കായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സും ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്ന ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടോട്ടൽ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള സാധനം. അപ്പോൾ നമ്മ ഇതിനെ എക്സ് ഡയറക്ഷൻ ആയിട്ടും ഇതിനെ ഒരു വൈ ഡയറക്ഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് എക്സിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് എം ജിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ എം ജി സൈൻ തീറ്റ ആയിരിക്കും. എം ജി സൈൻ തീറ്റ ഇത് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും, സൈൻ തീറ്റ. അപ്പോൾ ഇത് എം ജി സൈൻ തീറ്റയും ഈ കമ്പോണന്റ് എം ജി കോസ് തീറ്റയും ആയിരിക്കും. ഓക്കെ, അപ്പം എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് എം ജി സൈൻ തീറ്റ. കൺവീനിയൻസിന് വേണ്ടി എഫ് മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ എന്ന് എഴുതാം. വെയിറ്റ് ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇനി എഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? അലോങ് വൈ ആക്സിസ് എന്തായിരിക്കും? എഫ് വൈ എന്ന് പറയുന്ന എഫ് വൈയിലേക്ക് ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. അതായത് വൈ ഡയറക്ഷനിൽ ഈ ബ്ലോക്കിന് മൂവ്മെന്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അലോങ് വൈ ഡയറക്ഷൻ 0 ആയിരിക്കും. അതെന്താണ്? എൻ മൈനസ് എം ജി കോസ് തീറ്റ. അപ്പം എൻ എന്തായിരിക്കും? ഡബ്ല്യു കോസ് തീറ്റ ആയിരിക്കും. എന്നിന്റെ വാല്യൂ ഡബ്ല്യു കോസ് തീറ്റ ആയിരിക്കും. അപ്പം ഇതിൽ നിന്ന് ഫ്രിക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ ആണ്. മ്യൂ എൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും നമുക്ക്? എഫ് എക്സ് എന്ന് പറയുന്നത് എം എക്സ് ഡബിൾ ഡോട്ട് ആണ്. എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മ്യൂ എൻ മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ആണ്. മ്യൂ നമുക്കറിയില്ല, എൻ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡബ്ല്യു കോസ് തീറ്റ ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാ, അപ്പം എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റ മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. ഡബ്ല്യു എന്ന് പറയുന്നത് എം ജി ആണ്. എം ജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എമ്മും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം കോസ് തീറ്റ മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇതാണ് എക്സ് ഡബിൾ ഡോട്ടിന്റെ ഇക്വേഷൻ. അതായത് ആക്സിലറേഷൻ അലോങ് ദ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് ഇത്.
ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ബ്ലോക്ക് ഓൺ എ വെഡ്ജ് വിത്ത് ഫ്രിക്ഷന്റെ കേസിൽ എടുക്കുന്ന സമയത്ത്. ഇനി ഇത് രണ്ട് സ്പെഷ്യൽ കേസ് നമുക്ക് നോക്കാം. സ്പെഷ്യൽ കേസ് എന്ന് പറയുമ്പം ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യുക. എക്സ് ഡബിൾ ഡോട്ട് ഇസ് ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പം കേസ് 1 ഫസ്റ്റ് കേസിൽ തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത്, തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്താവും? ഇത് ഇങ്ങനെയായിരിക്കും. അതായത് ഇതാ ഇങ്ങനെയായിരിക്കും. ഇത് തീറ്റ 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്തായിരിക്കും? ആ ഒരു സാധനം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും തീറ്റക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതെന്താ? ആ ബ്ലോക്ക് ഒരു ഫ്രീ ഫോളിങ് ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യും. അതാണ് ഫസ്റ്റ് കേസ്, തീറ്റ 90 ഉള്ളത്. സെക്കൻഡ് കേസിൽ വെഡ്ജ് ആംഗിൾ മാക്സിമം ആണെന്ന് വിചാരിക്കും. മാക്സിമം ആണ്. അപ്പം ഇതിന് ബ്ലോക്കിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പം ടോട്ടൽ ഫ്രിക്ഷൻ മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫ് എസ് ഡബ്ല്യു സൈൻ തീറ്റ, തീറ്റ മാക്സിമം ആണ്. അപ്പൊ എഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് എന്താണ്? എഫ് എസ് മ്യൂ എൻ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഡബ്ല്യു മ്യൂ എൻ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റ. അല്ല, എന്നില്ല. ഓക്കെ, മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റ. മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് തീറ്റയാണ് എഫ്. അപ്പം എഫ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു സൈൻ തീറ്റ ബൈ ഡബ്ല്യു കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ മാക്സിമം ഇസ് ഈക്വൽ ടു എഫ് ബൈ എൻ. എഫ് ബൈ എൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ മാക്സിമം കിട്ടും. എഫ് ഇസ് മ്യൂ എൻ ബൈ എൻ. മ്യൂ എന്ന് പറയുന്നത് ടാൻ തീറ്റ മാക്സിമം എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും ഈ കേസിൽ. അതായത് വെഡ്ജ് ആംഗിൾ മാക്സിമം ഉണ്ടാവുന്ന കേസിൽ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ മാക്സിമം ആയിരിക്കും. അപ്പം രണ്ട് കേസ് നമ്മൾ നോക്കി. ഫസ്റ്റ് കേസിൽ തീറ്റ 90 ഡിഗ്രി ആവുന്നതും സെക്കൻഡ് കേസിൽ തീറ്റ മാക്സിമം ആവുന്നതും, സ്ലൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാക്സിമം ആവുന്ന രണ്ട് കേസ് നമ്മൾ ഇവിടെ നോക്കി. ഇനി ബ്ലോക്ക് ഓൺ എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ലീനിയർ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മാസ് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലായില്, x0 പൊസിഷനിലായില്, സപ്പോസ് x0 പൊസിഷനിലായില്, ആൻഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന കാരണം ഈ മാസ് കുറച്ചൊന്ന് നീങ്ങി ഇങ്ങോട്ടേക്കായി, ഒരു ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പം എക്സ് ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ആയി. അവിടെ നിന്ന് ഫോഴ്സ് റിലീസ് ചെയ്ത സമയത്ത് എന്താവും? അത് തിരിച്ച് x0 പൊസിഷനിലേക്ക് തിരിച്ചു പോകും, റിസ്റ്റോർ ചെയ്യും. ആ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് മൈനസ് x0. എക്സ് മൈനസ് x0 ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് x0. മൈനസ് എന്തുകൊണ്ടാണ് കൊടുത്തേ? ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് ഈ സ്പ്രിങ്ങിന്റെ ഓരോ സ്പ്രിങ്ങിനും ഓരോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇപ്പോ ആ നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായി. റിസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എ എന്ന് പറയുന്നത് ടോട്ടൽ ആക്സിലറേഷൻ, എം ഇൻറ്റു ടി എക്സ് സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ. അപ്പം എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് x0. സപ്പോസ് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ x0 0 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഈ ഇക്വിലിബ്രിയം പൊസിഷൻ ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ഒറിജിൻ ആണെങ്കിൽ ഇത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും?
m into d square x by dt square plus kx is equal to 0. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ സ്റ്റാൻഡേർഡ് ജനറൽ ഇക്വേഷൻ ഓഫ് ആൻ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഈ കേസിൽ എന്താ എഴുതാൻ പറ്റും? ഇത് +2 പഠിച്ചതാണ്. SHMന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ d square x by dt square plus omega square x is equal to 0. ഈ കേസിൽ ഒമേഗ എന്താ? ഒമേഗ is root of k by m. ഇതാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ് റൂട്ട് ഓഫ് k by m. k എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, m മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. സോ ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി is equal to ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ is 2 pi nu. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് k by m. ന്യൂ എന്ന് പറയുന്നത് 1/2 pi റൂട്ട് ഓഫ് m by k by m. ഓക്കെ, റൂട്ട് ഓഫ് k by m. ഈ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/t. ന്യൂ is 1/t. അപ്പോൾ t എങ്ങനെ, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? t is equal to 2 pi root of m by k. ഇതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഇൻ ബ്ലോക്ക് ഓൺ എ സ്പ്രിംഗ് കേസിൽ. അപ്പം ഈ കേസിൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് ഒന്നും നേരത്തെ അറിയില്ല, പക്ഷേ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. റൂട്ട് ഓഫ് 2 pi root of k by m. സോ ഇതിന്റെ സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു സാധനം ആംഗുലാർ ഫ്രീക്വൻസിയും ടൈം പീരീഡ് ഓഫ് ഓസിലേഷനും കണ്ടുപിടിക്കുന്നത്, ആ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ഒരു കേസിൽ നെക്സ്റ്റ് ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഗൺ ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. സ്പ്രിംഗ് ഗൺ എന്ന് വെച്ചാൽ എന്നാ, ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റണിന്റെ അറ്റത്ത് ഒരു മാർബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിസ്റ്റന്റെ മാസ് സ്മോൾ m ആണ്. ഇതാണ് പിസ്റ്റൺ. ഇതിന്റെ മാസ് സ്മോൾ m ആണ്. ഇത് മാർബിൾ ആണ്. മാർബിളിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഇതാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് മാർബിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആക്സിലറേഷൻ, മാർബിളിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയാണെന്നാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ സ്പ്രിംഗ് ഗൺ പ്രോബ്ലം. ഈ കേസിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ സെയിം d square x by dt square plus k by m x is equal to 0. ഓക്കെ, എക്സ് ഇതിന്റെ സൊല്യൂഷൻ എക്സ് എന്താണ്? എക്സ് of t എന്ന് പറയുന്നത് a cos omega t, a sin omega t plus b cos omega t. ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ഒമേഗ എന്തായിരിക്കും? ഒമേഗ is root of k by m. m എന്താണ്? ഈ കേസിൽ m എന്താണ്? സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M ആണ് ടോട്ടൽ m. അപ്പം ഒമേഗ എന്തായിരിക്കും? റൂട്ട് ഓഫ് k ബൈ സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M. ഓക്കെ, ഇതാണ് ഒമേഗ, റൂട്ട് ഓഫ് k ബൈ സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M. ഈ കേസിൽ പിസ്റ്റന്റെ കേസിൽ സ്പ്രിംഗ് ഗൺ പ്രോബ്ലത്തിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് സ്മോൾ m പ്ലസ് ക്യാപിറ്റൽ M ആയിരിക്കും. അപ്പം ഒമേഗ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് dx ബൈ dt ആണ്. എക്സ് ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എക്സ് എന്താണ്? dx ബൈ dt ഈസ് v ഓഫ് t. എക്സ് നേരത്തെ എഴുതിയിട്ടുണ്ട് a cos omega t, a sin omega t plus b cos omega t. അതിന് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുത്താൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഒമേഗ a cos omega t മൈനസ് ഒമേഗ b sin omega t. ഇതൊരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻസ് അറ്റ് t ഈക്വൽ ടു 0, x of 0 is minus L and v of 0 is 0. And ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട് അറ്റ് t ഈക്വൽ ടു 0, x of 0 എന്ന് പറയുന്നത് മൈനസ് എല്ലും v of 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 എന്താവും?
എക്സ് മൈനസ് എൽ ഇസ് ഈക്വൽ ടു ബി. അപ്പം ബി കിട്ടി മൈനസ് എൽ, ഇതൊരു തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ മാറും? സെക്കൻഡ് ഇക്വേഷന്റെ കേസിൽ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷന്റെ കേസിൽ ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 0 ഇസ് ഈക്വൽ ടു ഒമേഗ എ. അപ്പോൾ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് ഒരു ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ 4 ഇക്വേഷനും ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ ഈ 4 ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി ഓഫ് ടി is equal to minus omega into minus L sin omega t, and that is omega L sin omega t. V of t എന്ന് പറയുന്നത് ഒമേഗ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇതിൽ മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? ഒമേഗ ടി π/2 ആകുമ്പോൾ. അതായത് മാക്സിമം വരുന്നത് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് 1 ആവണം. സൈൻ ഒമേഗ ടി 1 ആയ കേസിലാണ് വി ഓഫ് ടി മാക്സിമം ആവുക. സൈൻ ഒമേഗ ടി 1 ആവുന്നത് എപ്പാ? ഒമേഗ ടി ഈക്വൽ ടു 90 π/2 ആവുന്ന കേസിൽ ഇത് വി ഓഫ് ടി മാക്സിമം ആയിരിക്കും. അതായത് അപ്പം വി ഓഫ് ടി മാക്സിമം എന്ന് പറയുന്നത് ഒമേഗ എൽ ആയിരിക്കും. വി ഓഫ് ടി മാക്സിമം ഒമേഗ എൽ. ഈ കേസിൽ ഒമേഗ എന്താണ്? റൂട്ട് ഓഫ് കെ ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു എൽ. ഇതാണ് വി ഓഫ് ടി മാക്സിമം. So for high speed, K and L should be large, where M and M should be small. For ഇതിന്റെ സ്പീഡ്, ഈ മാർബിളിന്റെ സ്പീഡ് ഹൈ ആവുന്ന കേസിൽ എപ്പാ വരുക? കെ എൽ കൂടണം, എമ്മും കുറയണം. 2 എമ്മും കുറഞ്ഞ കേസിൽ, അല്ലെങ്കിൽ കെയും എല്ലും കൂടിയ കേസിൽ ഈ വി ഓഫ് ടി മാക്സിമം ആയിരിക്കും. അതാണ് സ്പ്രിംഗ് ആൻഡ് ഗണ്ണിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. So next we move on to the last part of this chapter. അതായത് ഈ യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. സെന്റർ ഓഫ് മാസ് ആ ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡൈനാമിക്സ് ഓഫ് മെനി പാർട്ടിക്കിൾ സിസ്റ്റം. ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ എൻ പാർട്ടിക്കിൾ സിസ്റ്റം ഒരു സിസ്റ്റം, ഇങ്ങനെ ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾ ഉണ്ട്. ഈ കുറേ പാർട്ടിക്കിൾ, എല്ലാ പാർട്ടിക്കിളും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അതായത് ഈച്ച് പാർട്ടിക്കിൾ ഹാസ് അസോസിയേറ്റഡ് ഫോഴ്സ് ഇൻ ഇറ്റ്. അപ്പം ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര Fn. സെക്കൻഡ് ലോ പ്രകാരം എഫ് എന്താണ്? dp/dt. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? d/dt ഓഫ് P1 പ്ലസ് d/dt ഓഫ് P2 പ്ലസ് എക്സെട്ര പ്ലസ് d/dt ഓഫ് Pn. ഇതിനെ സമ്മേഷൻ ആയിട്ട് എഴുതുമ്പം എങ്ങനെ എഴുതാൻ പറ്റും? d/dt ഓഫ് സമ്മേഷൻ ഓഫ് pi. I runs from 1 to n. For n particle system, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് d/dt ഓഫ് സിഗ്മ pi ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇന്റേണൽ പ്ലസ് ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കും. ഈ ഇന്റേണൽ ഫോഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്യാൻസൽ ആയി പോകും. ഈ ഈച്ച് പാർട്ടിക്കിളിന്റെ ഇന്റേണൽ ഫോഴ്സ്, ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് ക്യാൻസൽ ആയി പോകും. അപ്പം ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എക്സ്റ്റേണൽ ആയിരിക്കും. അപ്പൊ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു d/dt ഓഫ് സിഗ്മ pi. I runs from 1 to n. അപ്പം ഇത് ടോട്ടൽ മൊമെന്റം ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് d/dt ഓഫ് പി ആയിരിക്കും, വേർ പി ഈസ് എ ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് എൻ പാർട്ടിക്കിൾസിന് ഒരു സിംഗിൾ ബോഡി പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ബോഡി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒബേ ചെയ്യും ആസ് എ സിംഗിൾ പാർട്ടിക്കിൾ. ഓക്കെ, ആൻഡ് അതന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ആണ് ഈ ഒരു 3 ബോഡി പ്രോബ്ലം. എൻ ബോഡി പ്രോബ്ലംസിൻ്റെ ഒരു 3 ബോഡി പ്രോബ്ലമായി ചുരുക്കിയതാണ് ബോല എന്ന് പറയുന്നത്. ബോല എന്ന് പറയുന്നത് ഒരു ഈ ആട്ടിടയന്മാര് ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഒരു സ്ട്രിങ്ങിലേക്ക് 3 സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ 3 സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് ഉണ്ടാവും.
അപ്പം ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ബോൾ ആണ് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു m1g പ്ലസ് m2g പ്ലസ് m3g ആണ്. m1 m2 m3 എല്ലാത്തിലും m ആക്ട് ചെയ്യും ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇന്റേണൽ പ്ലസ് എഫ് എക്സ്റ്റേണൽ ആണ്. ഈ എഫ് ഇന്റേണൽ കൊളീഷൻ കാരണം ക്യാൻസൽ ചെയ്തു പോകും. ഈ മൂന്ന് മാസും തമ്മിലുള്ള കൊളീഷൻ കാരണം ടോട്ടൽ ഇന്റേണൽ ഫോഴ്സ് ക്യാൻസൽ ചെയ്തു പോകും. അപ്പം എഫ് എന്താണ്? എഫ് എക്സ്റ്റേണൽ. എഫ് എക്സ്റ്റേണൽ എന്താണ്? m1g ഇൻറ്റു m1 പ്ലസ് m2 പ്ലസ് m3. ഈ m1 പ്ലസ് m2 പ്ലസ് m3നെ ടോട്ടൽ mi എടുത്താൽ എഫ് എസ് mg, എഫ് എക്സ്റ്റേണൽ. ഇതാണ് ബോലയുടെ ഇതൊരു അപ്ലിക്കേഷൻ ഓഫ് ഡൈനാമിക്സ് അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് സെന്റർ ഓഫ് മാസ്. വാട്ട് ഈസ് സെന്റർ ഓഫ് മാസ്? ഇപ്പോൾ പോയിന്റ് വെയർ ദ എൻറ്റയർ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ്. ഒരു പോയിന്റിൽ ഇപ്പോൾ സെന്റർ ഓഫ് മാസ്, എല്ലാ ബോഡിക്കും ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ഒരു മെനി ബോഡി പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ആ സെന്റർ ഓഫ് മാസിലായിരിക്കും ടോട്ടൽ ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവല്. അപ്പം കൺസിഡർ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മാസ് ഉണ്ട് m1, ഇവിടെ ഒരു മാസ് ഉണ്ട് m1, ഇവിടെ ഒരു മാസ് ഉണ്ട് m2, m1 m2. അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് ഇവിടെയാണ്. അപ്പം ഇത് r1, ഇത് r2. അപ്പോൾ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആയി എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ R ഇസ് m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2. ഇതിനെങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും? ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം, ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ടെങ്കിൽ R എന്ന് പറയുന്നത് m1 r1 പ്ലസ് m2 r2 പ്ലസ് എക്സെട്ര പ്ലസ് mn rn ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര പ്ലസ് mn ആയിരിക്കും ടോട്ടൽ. അതായത് ഈ സെന്റർ ഓഫ് മാസ് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാം? സമ്മേഷനായി എഴുതുന്ന സമയത്ത് ആർ വെക്റ്റർ ആണ്. ആർ ഇസ് സം ഓവർ mi ri ബൈ ടോട്ടൽ m. m എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ആണ്, സിഗ്മ mi. I runs from 1 to n. 1 to n. Okay, mi ri by capital M. സോ ഇതൊരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനാണ്. ഇനി ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഈ സമ്മേഷനെ ഇന്റഗ്രേഷൻ ആയിട്ട് എഴുതണം. അതായത് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇന്റഗ്രൽ mi, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇന്റഗ്രൽ R ഇൻറ്റു dm ബൈ ഇന്റഗ്രൽ dm ആയിരിക്കും. ദിസ് ഇസ് കൺസിഡേർഡ് ഫോർ കണ്ടിന്യൂസ് സിസ്റ്റം. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ. സോ സെന്റർ ഓഫ് മാസിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് സിലബസിൽ പറയുന്നത് ഡ്രം മേജേഴ്സ് ബാറ്റൺ ആണ്. അതായത് ഇതാണ് ഡ്രം മേജേഴ്സ് ബാറ്റൺ. ഡ്രം മേജേഴ്സ് ബാറ്റൺ എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ട്രിക്കൽ റോഡിന്റെ രണ്ടറ്റത്ത് 2 മാസ് വെച്ചതാണ് ഇതൊരു സാധനം. അപ്പം 2 മാസും ഡിഫറെന്റ് വെയിറ്റ് ആയിരിക്കും. രണ്ടിനും ഒന്ന് ഹെവിയർ ആയിരിക്കും, ഒന്നിന്റെ മാസ്. സോ ഇതിനൊരു അപ്ലിക്കേഷൻ ആണ്, സെന്റർ ഓഫ് മാസിന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. അപ്പം 2 മാസ് ഉണ്ട്, m1ഉം m2ഉം. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? R ഇസ് m1 r1 പ്ലസ് m2 r2 ബൈ m1 പ്ലസ് m2 ആയിരിക്കും ആറിന്റെ പൊസിഷൻ. സോ ഇതിന് ഒന്ന് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ R ഇൻറ്റു m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു m1 r1 പ്ലസ് m2 r2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് എന്തായിരിക്കും? ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുന്നത് m1 പ്ലസ് m2 ഇൻറ്റു R ഡബിൾ ഡോട്ട് ആണ് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ
ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് സം ഓഫ് മൊമെന്റാസ് ആയിരിക്കും. അപ്പം എഫിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m1 g പ്ലസ് m2 g എന്ന് എഴുതാൻ പറ്റും. mg ഇൻറ്റു m1 പ്ലസ് m2 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇവിടെ r എന്താണ്? r ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് g ആണ്. ഈ ഡ്രം മേജേഴ്സ് ബാറ്ററിന്റെ കേസിൽ r ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഇത്രയാണ് ഈ സെന്റർ ഓഫ് മാസിന്റെ കേസിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതൊരു ഡെഫിനിഷൻ ആയിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? ഇറ്റ് ഈസ് ആക്ച്വലി if external force acting on the system is 0, then the total linear momentum associated with the system is conserved or constant. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ എഫ് എക്സ്റ്റേണൽ 0 ആവുന്ന കേസിൽ ഡി പി ബൈ ഡി ടി, അതായത് ഡി പി ബൈ ഡി ടി 0 ആയിരിക്കും. സെക്കൻഡ് ലോ പ്രകാരം ഡി പി ബൈ ഡി ടി 0 ആയിരിക്കും. ഡി പി ബൈ ഡി ടി 0 എന്ന് പറഞ്ഞാൽ എന്താ? പി ഇസ് കോൺസ്റ്റന്റ്. പി ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഇസ് 0, then the linear momentum associated with the system is conserved or constant. So ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയാനുള്ളത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്. അപ്പം മൊത്തം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? ഈ ചാപ്റ്ററിൽ പഠിച്ചത് മെയിനായിട്ട് പഠിച്ചത് ന്യൂട്ടന്റെ 3 ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാ പ്രാവശ്യവും സ്റ്റേറ്റ്മെന്റ് ഒരു 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആറ്റ്വുഡ് മെഷീൻ ആണ്. ആറ്റ്വുഡ് മെഷീന്റെ ഡെറിവേഷൻ. പിന്നെ ചോദിക്കുന്നത് ടർട്ടിൽ ഇൻ ലിഫ്റ്റ്, ടർട്ടിൽ ഇൻ ആൻ എലിവേറ്ററിന്റെ അപ്ലിക്കേഷൻ ലെവൽ. ആ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലിഫ്റ്റ് ഇത്ര ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നു പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ വാട്ട് ഈസ് ദ വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടർട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതാനുള്ളൂ. ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ടാണ്. അപ്പം മെയിനായിട്ട് ഡെറിവേഷൻ ആണ് മൊത്തത്തിൽ ചോദിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും ഡെറിവേഷൻ ആണ് മൊത്തത്തിൽ ചോദിക്കുന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ന്യൂട്ടൺസ് ലോ. താങ്ക് യു.